ഹായ് ഹലോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അലക്സാൻഡ്രിയയ്ക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ബസ് സ്റ്റേഷനിൽ വന്നതാട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. 1:30-ക്കായിരുന്നു ബസ്. പിന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന ശേഷമായിട്ടോ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ബസ്. ഞാൻ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഹുർഗാഡയ്ക്കും ലക്ഷോറിനും പോയത് ബസ്സിൽ തന്നെയാണ്. ബസ്സിൽ ഈ ടൈം ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ ടിക്കറ്റ് നമ്പർ 32 33 കിട്ടിയത്. പിന്നെ ഞങ്ങൾ പോയി ഇരുന്നത് 34 35 തിരക്കില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാരണം ആരും ഉണ്ടായില്ല ബസ്സിൽ. പിന്നെ അഥവാ ഇനി ആരെങ്കിലും വരുവാണെങ്കിൽ ജസ്റ്റ് സീറ്റൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുത്താൽ മതിയല്ലോ. കൈറോയിൽ നിന്നൊരു 220 കിലോമീറ്റർ ഉണ്ട് അലക്സാൻഡ്രിയയിലേക്ക്. ഏകദേശം 3 മണിക്കൂർ യാത്ര. ഗോബസ് എഴുതിയേക്കണ കേട്ടോ നമ്മുടെ ബസ് സ്റ്റേഷൻ. ഇവിടെ നമ്മൾ ബസ് കയറിയത്. അപ്പോൾ ബസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ബസ് നിർത്തിയപ്പോൾ ഞങ്ങളും ചായ കുടിക്കാനായിട്ട് പുറത്തിറങ്ങിയതാട്ടോ. ഞങ്ങൾ കയറിയപ്പോൾ സ്നാക്സ് ഒന്നും മേടിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഇവിടെ നിർത്തിയപ്പോൾ എന്താണെങ്കിലും ചായ കുടിക്കാമെന്ന് പുറത്തിറങ്ങിയതാണ്. ഇവിടുത്തെ ഒരു കഫേ എന്നൊക്കെ പറയണത് ഈ ഒരു രീതിയിലൊക്കെയാണ്. പിന്നെ ഇവിടെ അധികം വീഡിയോസ് എടുത്തേക്കണം ഞാൻ തന്നെയാണ് കേട്ടോ. ഇവിടെ ബോയ്സ് വീഡിയോ എടുത്തതിന് ഗേൾസൊക്കെ ഇരിക്കുമല്ലോ, അങ്ങനെ വീഡിയോ എടുത്ത് എന്താ ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അധികം വീഡിയോസ് ഞാൻ തന്നെ എടുത്തേക്കണത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ചായ മേടിച്ചിട്ട് ബസ്സിൽ പോയിരുന്ന് കുടിക്കുക ചെയ്തത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 120 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അലക്സാൻഡ്രിയയിലേക്ക്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ അലക്സാൻഡ്രിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂം ബുക്ക് ചെയ്യാത്തതുകൊണ്ട് ഇനി റൂം കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അടുത്താണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ. അപ്പോൾ അവിടെ പോയിട്ട് വേണം ഇനി റൂം നോക്കാൻ. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഊബർ ഇട്ടിട്ടുണ്ട് കേട്ടോ, വെയിറ്റിങ്ങിലാണ്. വണ്ടി വന്നിട്ടുണ്ട്, ഇനി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. നൈറ്റ് ആയതുകൊണ്ട് വീഡിയോക്ക് ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. അപ്പം ഇമാം ബൂസൂരി റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ ബുർദയുടെ രചയിതാവാണ്. പിന്നെ ഇതിൻ്റെ വേറെ എന്തെങ്കിലും കഥ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പറയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് കേട്ടോ. പിന്നെ അറിയാണ്ട് വെറുതെ പൊട്ടത്തരം വിളിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് പറയാത്തത്. എനിക്ക് ചെറുതായിട്ട് അറിയുള്ളൂ, അത് കറക്റ്റ് ആണോന്നും അറിയില്ല. പിന്നെ മക്ബറ ഇതാട്ടോ മക്ബറ. ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടില്ല കേട്ടോ. റൂം എടുക്കണം, ഫുഡ് കഴിക്കാനുണ്ട്. ഈ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബീച്ചാട്ടോ. അപ്പോൾ ഊബർ ഇട്ടിട്ടുണ്ട്. ഇനി വണ്ടി വരുമ്പോൾ നമ്മൾ പോയി റൂം ആദ്യം കണ്ടുപിടിക്കണം.
ഹൃദയം ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്. നിങ്ങളങ്ങനെ അവസാനം കുറെ അലച്ചികൾക്ക് ശേഷം റൂമിലെത്തിയിരിക്കണം. സമയം 11 മണിയായിട്ട് ഇവിടെ. സംഭവിച്ചത് എന്താന്ന് വെച്ചാ ഞങ്ങള് അവിടെ നിന്ന് ഊബറാണ് ഞങ്ങള് നമ്മളെ ചവിട്ടി പുറത്താക്കിയെന്ന് തന്നെ പറയണം. അതാണ് സംഭവിച്ചത്. പോന്ന് പകുതി എത്തിയപ്പോ പുള്ളിക്ക് വഴി മാറിപ്പോയി, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ ഞങ്ങള് റൂം അന്നേരം നോക്കി വെച്ചായിരുന്നു. ആ പുള്ളി അത് റൂമിന്റെ അവിടെ എത്താറായപ്പോ എങ്ങാണ്ട് ആ പുള്ളി പറഞ്ഞു 3 പേരുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ പുള്ളി എങ്ങാണ്ട് പറഞ്ഞു ഗേൾ ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ സമ്മതിക്കില്ലാന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇവിടെ അങ്ങനത്തെ ഒരു വിഷയമൊക്കെ ഉണ്ട്. പിന്നെയും വിട്ടു, നമ്മുടെ റോഡില് പിന്നെയായി വിട്ടുപോയി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ആ പുള്ളി ഇറക്കി വിട്ടു. പിന്നെ അവിടെ നിന്ന് കുറച്ച് നടന്ന് പിന്നെ നോക്കിയിട്ട് റൂം കിട്ടിയില്ല. പിന്നെ എൻ്റെ അടുക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ അടുത്ത് ഊബർ ഇട്ടു. പിന്നെ എവിടെയോ വന്ന് പെട്ടു. എവിടെയാ സ്ഥലം എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റൂം അന്വേഷിച്ച് നടന്നു. ഇവിടെ മൊത്തം മിക്കന്നല്ല എല്ലാ സ്ഥലത്തും ഫുള്ളല്ലേ. ഇപ്പൊ അത്യാവശ്യം ടൂറിസ്റ്റ് സമയമായിട്ട് ഇപ്പൊ ഒരു അത്യാവശ്യം സീസണാണ്, ടൂറിസ്റ്റ് സമയമാണ്. അപ്പോൾ എല്ലാ റൂമുകൾ കാരണം കുറവായിരിക്കും, എല്ലാം ഫില്ലപ്പ് ആയിരുന്നു. അപ്പോൾ റൂമുകൾ ഇവരായാലും തരാനും ഇവർക്കൊരു ബുദ്ധിമുട്ടും കാരണം നടന്നു. പിന്നെ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പാസ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് അവിടെ വെച്ചിട്ട് വന്നിരിക്കുമായിരുന്നു. അത് ഒരു വിഷയമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോണിലുണ്ടായിരുന്നു, അതിൻ്റെ കോപ്പി പ്രിൻ്റൊക്കെ പോയി എടുത്തോണ്ട് വന്ന് അത് പിന്നെ കാണിച്ച് ഇപ്പോൾ റൂം കിട്ടിയപ്പോൾ ഒരു 11 മണിയായി. അങ്ങനെ ഇപ്പോൾ റൂമിൽ വന്നു. ഇനിയിപ്പോൾ നാളെ രാവിലെ 9 മണിക്കല്ലേ, 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഇവിടുന്ന് 12 മണിക്ക് ഇറങ്ങിയാൽ പോരെ, 11 12. അല്ല, ഇവിടുന്ന് വെക്കേറ്റ് 12 മണിക്കാണ്. പക്ഷെ നമുക്ക് 9 മണിക്ക് എന്തായാലും ഇറങ്ങും. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ച അവസ്ഥകള്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചുപിടിക്കുക. പിന്നെ കുറച്ച് മെസ്സേജ് വന്നായിരുന്നു കേട്ടോ എനിക്ക്. കാരണം നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അടിക്കാത്തതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരാത്തത്. എല്ലാവർക്കും അറിയാലോ, എന്നാലും അറിയില്ലാത്തവർക്ക് അപ്പോൾ ബെല്ലൈക്കണും കൂടി അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പൊ നാളത്തെ വീഡിയോയില് കാണാം. ഓക്കെ.